BMW പെട്ടെന്നുള്ള ആ ഒരു വളർച്ചയെ മറ്റുള്ള ടീമുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഹോമോലോഗേഷൻ റൂൾസിൽ GT2 കാറ്റഗറിയിൽ ഒരു കാർ മത്സരിക്കണമെങ്കിൽ അത് ഒരു നോർമൽ പ്രൊഡക്ഷൻ കാറിനെ ബേസ് ചെയ്തുള്ള ഒരു മോഡിഫൈഡ് റേസ് കാർ വെർഷൻ ആയിരിക്കണമെന്ന റൂളിന്റെ ലൂപ്പ് ഹോൾ BMW കണ്ടെത്തിയിരുന്നു. എന്നിട്ട് ഒരു റേസ് കാർ പണിഞ്ഞിട്ട് അതിനെ ഡീട്യൂൺ ചെയ്തിട്ട് ഇറക്കിയതാണ് ബാക്കിയുള്ള 10 എണ്ണവും. ഈ 10 കാറിനെയും ഒരു പ്രൊഡക്ഷൻ കാറായിട്ട് കാണാനൊക്കില്ല എന്നുമൊക്കെ അവർ അവകാശപ്പെട്ടു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് ആ ഒരു V8 എഞ്ചിനാണ്. BMW അന്നേ വരെയുള്ള ഒരു പ്രൊഡക്ഷൻ കാറിനും ഒരു V8 എഞ്ചിനും ഇല്ലായിരുന്നു. അവർ റേസിനായിട്ട് മാത്രം കസ്റ്റം ബിൽഡ് ചെയ്തെടുത്തതാണ് V8 എഞ്ചിൻ എന്നും അതുകൊണ്ട് M3 GTRനെ ഒരു പ്രോട്ടോടൈപ്പായിട്ട് മാത്രമേ കാണാൻ കഴിയൂ എന്ന് വിമർശകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ഒടുവിൽ ഈ പ്രശ്നത്തിൽ ACO ഇടപെട്ടു. 2001 സീസൺ BMW നിയമങ്ങളൊക്കെ പാലിച്ച് തന്നെയാണ് വിജയിച്ചതെന്ന് അവർ വിധി എഴുതി. എന്നാൽ ഇനി ആരും ഇങ്ങനൊരു ലൂപ്പ് ഹോൾ മുതലെടുക്കാതിരിക്കാൻ ACO റൂൾസിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു.